നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ KSU പ്രവർത്തകരുടെ തല തല്ലിപ്പൊട്ടിച്ച സംഭവം, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് ഇവരുടെ ഗൺമാൻമാർക്ക് എന്തൊക്കെയാണ് ഡ്യൂട്ടി ഉള്ളത്, ഇവിടെ അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതിനനുസരിച്ചല്ല പ്രവർത്തിച്ചത്, അവർ അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത്, അവർക്ക് അനുവദിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു മുഖ്യമന്ത്രിയുടെയോ മറ്റു സുരക്ഷാ ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ അവർ അതെല്ലാം ലംഘിച്ചാണ് ഇപ്പോഴത്തെ MLA കൂടിയായ മുൻ KSU ജില്ലാ പ്രസിഡന്റുമായ AD തോമസ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരെ മർദ്ദിച്ചത്. കഴിഞ്ഞ ദിവസം കോടതി തന്നെ ചോദിച്ചിരുന്നു, VIP സുരക്ഷാ ഡ്യൂട്ടി ചെയ്യുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങരുതെന്ന നിർദ്ദേശം നിങ്ങൾക്കില്ലേ എന്ന ചോദ്യം കോടതി വരെ അവരോട് ഉന്നയിക്കുകയുണ്ടായി. മുഴുവൻ സമയവും VIP ഏറ്റവും അടുത്തുണ്ടാകണം എന്നതാണ് ഇവർക്ക് നൽകിയിരിക്കുന്ന ഡ്യൂട്ടി, ഇവർക്കുള്ള ദൗത്യം, ലക്ഷ്യം. പക്ഷേ ഇവിടെ അതും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാഹനം കടന്നു പോകുന്നു. അത് കടന്നു പോകുന്ന സ്പീഡൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ആ സ്പീഡിൽ കടന്നു പോകുന്ന ആ വണ്ടിക്കൊപ്പം ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ ആ വണ്ടിക്കൊപ്പം പോകേണ്ട ഇവർ വണ്ടി നിർത്തി പുറത്തിറങ്ങി അവരെ മർദ്ദിക്കുന്നു. ഒരു മിനിറ്റോളം അവരെ മർദ്ദിക്കുന്നു. അത്രയും നേരം ആ ഒരു ചട്ടലംഘനം നടന്നില്ലേ എന്നൊരു ചോദ്യവും കൂടി നിലവിൽ ഉയരുന്നുണ്ട്. മുഴുവൻ സമയവും VIP ഏറ്റവും അടുത്തുണ്ടാകണം എന്നതാണ് സുരക്ഷാ സംഘത്തിനുള്ള നിർദ്ദേശം. VIP വാഹനത്തിൻ്റെ മുന്നിലും പിന്നിലുമായാണ് ഇവർ സഞ്ചരിക്കേണ്ടത്. VIP വാഹനം നിർത്തിയാൽ മാത്രമേ ഇവരുടെ വാഹനം നിർത്താൻ അനുവാദമുള്ളൂ. ഇവിടെ ഇതെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങളടക്കം, ഇപ്പം മൈന്യൂട്ടായുള്ള നിർദ്ദേശം അടക്കം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. VIP സുരക്ഷ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ യെല്ലോ ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ആ യെല്ലോ ബുക്കിലെ നിർദ്ദേശങ്ങളും പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇത് സംബന്ധിച്ച് നൽകിയിരിക്കുന്ന സർക്കുലറും അനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ഇവിടെ ആ യെല്ലോ ബുക്കിലെ നിർദ്ദേശങ്ങൾ വരെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണമാണ് എന്നതാണ് വസ്തുത. VIP ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം ഒരുക്കുകയും അവരെത്രയും പെട്ടെന്ന് സുരക്ഷിതമായി ഒഴിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാന ഉത്തരവാദിത്തം ഈ ഗൺമാൻമാരുടെ. അത്രയും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത്രയും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘട്ടം വരുമ്പോൾ മാത്രമേ ഇവർ ആ വാഹനം നിർത്തി പുറത്തിറങ്ങാവൂ. പക്ഷേ ഇവിടെ എസ്കോർട്ട് ഉദ്യോഗസ്ഥർ വാഹനം നിർത്തി ഇറങ്ങാൻ പാടില്ല, എപ്പോഴും VIP ഒപ്പം ഉണ്ടാകണം എന്ന ഒരു കാര്യം കൂടി, എന്ന നിർദ്ദേശവും കൂടി ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. VIP സുരക്ഷിതമായി മാറ്റാൻ വേണ്ടി മാത്രമേ ശത്രുക്കളുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ VIP സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്തത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ലക്ഷ്യമാണ് ഗൺമാൻമാർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ VIP കാറിൽ മുന്നോട്ട് പാഞ്ഞുപോയി. പക്ഷെ തൊട്ട് പിന്നാലെ വന്ന ഇവർ ആ VIP പോകാതെ അവിടെ ഇറങ്ങി അടിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുകയായിരുന്നു. അപ്പോൾ ആ നിർദ്ദേശവും ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടുത്തെ ക്രമസമാധാനം, അതായത് ഇപ്പോൾ VIP സുരക്ഷിതമായിട്ട് മാറ്റാൻ വേണ്ടി ശത്രുക്കളുമായി നേരിട്ട് ഇവർക്ക് ഏറ്റുമുട്ടാം. അതിനുശേഷം അവിടുത്തെ ക്രമസമാധാനം ലോക്കൽ പോലീസ് നോക്കിക്കൊള്ളും, അവരെ നിയന്ത്രിക്കണം. VIP സുരക്ഷയും സ്വകാര്യതയും ലംഘിക്കപ്പെടുന്ന ഒരു കാര്യവും പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡുകൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ്, അവരുടെ ഡ്യൂട്ടി പോലും മറന്നാണ് ഇത്തരത്തിലൊരു ചെയ്തി അവർ നടത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ VIP അത്രയും വലിയ ഒരു ഉപദ്രവം ഉണ്ടാക്കാനല്ല പ്രവർത്തകർ എത്തിയത്. ഒരു മുദ്രാവാക്യം വിളിക്കുക, അത് കരിങ്കൊടി കാണിക്കുക, അങ്ങനെ ഒരു എന്നൊരു ഉദ്ദേശം മാത്രമേ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ജനാധിപത്യ രാഷ്ട്രീയ കേരളത്തിലെ ഈ ഒരു മുദ്രാവാക്യം വിളിക്കുക, പ്രതിഷേധവുമായി രംഗത്ത് വരിക, ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യമാണ്. പക്ഷേ അത്തരത്തിൽ മുദ്രാവാക്യം വിളിക്കാൻ എത്തിയ പ്രവർത്തകരെ പിന്നാലെ വന്ന് ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരുടെ ചട്ടങ്ങളെല്ലാം ലംഘിച്ച് അതിക്രൂരമായി ഈ വടി പോലെ, ഇവർക്ക് എവിടെ നിന്ന് ഈ വടി കിട്ടി എന്ന ചോദ്യമൊക്കെ കോടതി കഴിഞ്ഞ ദിവസം ചോദിക്കേണ്ടായി. അത്തരത്തിൽ കണ്ടാൽ തന്നെ പേടിയാവുന്നൊരു വടിയൊക്കെ ഉപയോഗിച്ചാണ് വളരെ ക്രൂരമായി മർദ്ദിച്ചത്. എല്ലാ ലംഘനങ്ങളും ഉണ്ടായിരിക്കുന്നു, എല്ലാ മാനദണ്ഡങ്ങളും ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണം തന്നെയാണ് ഉയർന്നത്. 2023 ഡിസംബർ 15 നടന്ന ഈ സംഭവം, മുഖ്യമന്ത്രി സഞ്ചരിച്ച നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ച KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെ മർദ്ദിച്ച സുരക്ഷാ സംഘം യെല്ലോ ബുക്കിലെ നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചു. ഇത് ചട്ടലംഘനത്തിന് പുറമെ കടുത്ത സുരക്ഷാ വീഴ്ച കൂടിയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ചട്ടലംഘനം നടത്തിയാണ് ഇവർ ആക്രമിച്ചതെന്നുണ്ട്. അതിന് പിന്നാലെ യെല്ലോ ബുക്കിലെ നിർദ്ദേശങ്ങൾ ഇവർ പാലിച്ചില്ല, അതും ലംഘിക്കപ്പെട്ടു എന്ന ഒരു വസ്തുത കൂടി ഇവിടെ പുറത്തു വരികയാണ്.
അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനം കടന്നുപോയ ശേഷം ഇവർ വാഹനം നിർത്തിയിറങ്ങി പ്രതിഷേധക്കാരെ മർദ്ദിക്കുന്നു. അത്രയും സമയം ആ VIP-ക്കൊപ്പം ഈ സുരക്ഷാ സംഘം ഉണ്ടായിരുന്നില്ല. വീഴ്ച സംഭവിച്ചിരിക്കുന്നു. സുരക്ഷാ സംഘത്തിന്റെ വാഹനം നിർത്തിയതോടെ ഇതിന് പിന്നിലുള്ള ആംബുലൻസും അഗ്നിരക്ഷാ സേനയുടെ വാഹനവും ഉൾപ്പെടെയുള്ള വാഹന വ്യൂഹവും ഗതാഗത കുരുക്കിൽപ്പെട്ടു. സ്വാഭാവികമായിട്ടും മുന്നിൽ പോകുന്ന വണ്ടി നിൽക്കുമ്പോൾ പിന്നിലുള്ള വാഹനങ്ങൾ, ഈ വാഹനങ്ങളാണ് പിന്നിലുള്ളത്, ആ വാഹനങ്ങളും അവിടെ ഇടേണ്ട സാഹചര്യം വന്നു. ഇതെല്ലാം സുരക്ഷാ വീഴ്ചയാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിനെല്ലാം എണ്ണി നടപടികൾ നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദമാണ് കോടതിയിൽ അരങ്ങേറിയത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഇവർ പ്രകടിപ്പിച്ചതെന്ന വിമർശനം വാദിഭാഗം ഉയർത്തുകയുണ്ടായി. സെഷൻസ് കോടതിയിൽ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന മുന്നോട്ട് വന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനം പോയ ശേഷം സുരക്ഷാ സംഘത്തിന്റെ വാഹനം നിർത്തേണ്ട ആവശ്യമില്ല, മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. പരാതിക്കാർ ഒരു പ്രകോപനവും സൃഷ്ടിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം മാത്രമേ ഇവർ വിളിച്ചിട്ടുള്ളൂ. യൂത്ത് കോൺഗ്രസ് എന്ന് കേട്ടാൽ മുഖ്യമന്ത്രി പേടിക്കുമോ എന്ന ചോദ്യവും കൂടി പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഔദ്യോഗിക ജോലി ചെയ്യുന്നതായി ദൃശ്യങ്ങളിൽ കാണുന്നില്ല. പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നവരെ ബോധപൂർവം ആക്രമിക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പ്രതിഷേധക്കാരോട് വിരോധമുണ്ടായിരുന്നില്ലെന്നും ജോലിയുടെ ഭാഗമായ നടപടിയായിരുന്നുവെന്നുമാണ് പ്രതിഭാഗം വാദിച്ചിരിക്കുന്നത്. ശക്തമായ വാദപ്രതിവാദം കോടതിയിൽ അരങ്ങേറി. ചൊവ്വാഴ്ചയാണ് വിധി വരിക. എന്താണ് വിധി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. സുരക്ഷാ സംഘം പ്രയോഗിച്ച നീളൻ ലാത്തി, അതിനെക്കുറിച്ചുള്ള ഗുരുതര സംശയങ്ങൾ SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മർദ്ദനത്തിന് ഉപയോഗിച്ച നീളൻ ലാത്തി പോലീസിൽ നിന്ന് നൽകിയതല്ല. അപ്പോൾ ഈ വടി എവിടെ നിന്ന് വന്നു, അത് അന്വേഷിക്കണമെന്ന ഒരു ആവശ്യവും കൂടി SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. AD തോമസിന്റെ തലയിൽ ലാത്തി കൊണ്ട് ശക്തമായി അടിക്കുന്നത് ദൃശ്യത്തിൽ വ്യക്തമാണ്. തലയിൽ മുറിവുണ്ടായെന്നും തുന്നൽ വേണ്ടി വന്നെന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അടിച്ച രീതി, അടിയുടെ ശക്തി, ഏതുതരം ആയുധം, ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ലക്ഷ്യമിട്ടത് എന്ന് തുടങ്ങിയവയും കുറ്റകൃത്യത്തിന്റെ ഗൗരവം നിർണ്ണയിക്കുന്നതിൽ പ്രസക്തമാണ്. ഒരടി കൊണ്ട് നിർത്തിയില്ലെന്നും തലയ്ക്കുൾപ്പെടെ തുടരെ അടിച്ചെന്നും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഗൺമാൻമാർ SITക്ക് മുന്നിൽ കരയുന്ന സാഹചര്യമുണ്ടായി. ഉന്നത നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്ന കരച്ചിലാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തൊക്കെ തന്നെയായാലും ഇനി വിധി എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.